കർത്താവിന് ഏറ്റവും വലിയ ആഗ്രഹം, പ്രിയമുള്ളവരെ ഞാൻ പറയാം, ആ കൂട്ടായ്മ നഷ്ടപ്പെടരുത്. കർത്താവിൻ്റെ കൂടെ എപ്പോഴും കാണണം, ആ പ്രണയബന്ധത്തിൽ നിൽക്കണം. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചില ചോദ്യചിഹ്നങ്ങളുടെ മുമ്പേ ആയിരിക്കും നിൽക്കുന്നത്. ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയിട്ടും എന്താ എനിക്കിത് നടക്കാത്ത? വെയിറ്റ് പേഷ്യൻ്റ്ലി. ക്ഷമയോടെ ഇരുന്നേ. പ്രത്യാശയ്ക്ക് കൈവിടരുത്. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടന്നാൽ ഒരിക്കലും പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല, ഡിസപ്പോയിൻമെൻറ്റ് വരുത്തില്ല. കാരണം എന്താ? ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കാര്യം അറിയാം, ഏത് വിഷയവുമായിക്കോട്ടെ അതിൻ്റെ മേൽ എനിക്ക് ജയത്തിൻ്റെ ഉത്സവമാണ്. എനിക്ക് ചില കാര്യങ്ങൾക്ക് താമസം വന്നേക്കാം, അവിടെ എനിക്കൊരു രൂപാന്തരം വരണം. അതുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും കർത്താവിൻ്റെ കൈ പിശാച് കൊണ്ടിരുന്നത് തകർക്കാനാണെങ്കിൽ, കർത്താവ് ചില കാര്യങ്ങൾക്ക് ചില താമസം വന്നെന്ന് പറഞ്ഞാൽ, താമസം വരുന്നത് ഞാൻ ശരിയാകാനാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോകാതെ വണ്ണം മാത്രമല്ല പ്രദർശിപ്പിക്കും കർത്താവ് നമ്മളെ പല സ്ഥലത്തും അനുഗ്രഹത്തിൻ്റെ അടയാളമായി. എൻ്റെ ജീവിതത്തിൽ പല സാക്ഷ്യങ്ങൾ ഉണ്ട്. ഞാൻ ആഗ്രഹിച്ചു ഇതിന് പോകാൻ, ആഗ്രഹിച്ചു ഇത് ഉടനെ നടക്കാൻ, അത് നടന്നില്ല. അത് നടക്കാഞ്ഞതിൻ്റെ കാരണം അത് ആ ദിവസം നടക്കുമായിരുന്നെങ്കിൽ ഞാൻ തെറ്റിപ്പോയെന്ന്. ആ ദിവസം എല്ലാം ശരിയായി പോകുമായിരുന്നെങ്കിൽ ഞാൻ ദൈവഭയം പോയിട്ട് ദൈവത്തെ മറന്ന് ജീവിക്കാൻ പിന്നെയും തുടങ്ങിയാന്നേ. പക്ഷെ ഞാൻ വിലപ്പെട്ടതാണ്. കർത്താവ് ഒരിക്കലും എന്നെ കൈവിടത്തില്ല. ജോസഫിൻ്റെ കഥയും അത് തന്നെയാണ്. ജോസഫിന് നോക്കിക്ക് ദൈവത്തിൻ്റെ അറ്റൻഷൻ, ദൈവത്തിൻ്റെ സ്നേഹം യോസേപ്പിനുണ്ടായിരുന്നു. കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവിടെ പാനപാത്രവാഹകനോട് ജോസഫ് പറഞ്ഞു, നീ റിലീസാകാൻ പോവുക. പ്രവചിച്ചു, ദൂത് പറഞ്ഞിരിക്കുക, നീ റിലീസാകാൻ പോവുക. പക്ഷെ നീ ചെല്ലുമ്പോൾ രാജാവിനോട് പറയണം, ഞാൻ എന്നാ പറയേണ്ടിയേ, റൈറ്റ്ഫുള്ളായിട്ടല്ല ഈ ജയിലിൽ കിടക്കുന്നത്, ഞാൻ ശരിക്കും തെറ്റുകാരനല്ല, നീ എന്നെക്കുറിച്ചൊന്ന് പോയി പറയണം. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈ പാനപാത്രവാഹകൻ മറന്നു. നമ്മൾ ഓർക്കും അവനെങ്ങനെയാണ് മറന്നത്? പിശാച് മറപ്പിച്ചതാണോ? പിശാച് മറപ്പിച്ചതല്ല, ദൈവം തടഞ്ഞത്. അവിടെ ദൈവം തന്നെ മറപ്പിച്ചു. കാരണം എന്താ? ദൈവത്തിന് യൗസേപ്പിൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ, യൗസേപ്പിനെ ആ രാജ്യത്തിൻ്റെ അധിപനായി, പ്രൈം മിനിസ്റ്ററായി, ഫറോഹൻ്റെ കൂടെ നിൽക്കുന്ന ഏറ്റവും ഉന്നത സ്ഥാനത്ത് കൊണ്ടുപോകാനാണ് യോസേപ്പിൻ്റെ പ്ലാൻ. യോസേപ്പിനെ എങ്ങനെയും കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. പക്ഷെ ദൈവത്തിന് യോസേപ്പിനെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക മാത്രമല്ല, തന്നെ ആ രാജ്യത്തിൻ്റെ അധിപനാകണം. കാര്യം എന്താ? ദർശനം കൊടുത്തിട്ടുണ്ട്, എല്ലാ കറ്റകളും തൻ്റെ മുമ്പിൽ താഴും. യോസേപ്പിൻ്റെ ഉള്ളിൽ എന്നാൽ ഒരു നിരാശയും വന്നില്ല. 2 വർഷം കഴിഞ്ഞാലും താൻ അവിടെ തൻ്റെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. തനിക്കറിയാം ദൈവം തക്ക സമയമാകുമ്പോൾ റെഡിയാകും. അധ്യായം ആരംഭിക്കുന്നത് 2 വർഷം കഴിഞ്ഞപ്പോൾ പാനപാത്രവാഹകൻ ഓർത്തു. ഓർമ്മിപ്പിച്ചത് ആര്? ദൈവം. മറപ്പിച്ചത് ആര്? ദൈവം. ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് നാം വിചാരിക്കുന്ന പോലെ നടക്കാതെ ആ സമയത്ത് നടക്കുമായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? അത് നടക്കാതിരിക്കുന്നതിനകത്ത് എന്തോ ദൈവത്തിൻ്റെ കരമുണ്ട്. എനിക്ക് കർത്താവിനോടുള്ള വിശ്വാസം, കർത്താവിലുള്ള, അതുകൊണ്ട് ജീവിക്കുന്ന പ്രത്യാശ എന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞു. ജീവിക്കുന്ന പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം നടപ്പിലായാലും ആയില്ലെങ്കിലും എനിക്ക് യേശുവിനോടുള്ള സ്നേഹം കുറയത്തില്ല. അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ എന്നെ തന്നെ എഡിഫൈ ചെയ്യും. ഈ ഇത്രയും ദിവസങ്ങളിൽ കർത്താവ് ലോക്ക്ഡൗൺ വഴിയും അല്ലാതെയൊക്കെ നമ്മളെ പിടിച്ചിരുത്തിയത് എന്താ? വചനം കേട്ടപ്പോൾ ഞാൻ ഏറ്റവും കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് മാനസാന്തരമാണ്. എത്രയോ ജനം മാനസാന്തരപ്പെട്ടു. എത്രയോ പേര് അധികാരികളോട്. കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ നടന്ന സംഭവം, അത് എന്നെ വളരെ ടച്ച് ചെയ്തു. 3 മാസമായി ശമ്പളം കിട്ടാതെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആ സഹോദരി അവരുടെ സുപ്പീരിയറിനോട് പോയി വഴക്കുണ്ടാക്കി എനിക്കിത് കിട്ടണമെന്ന് പറഞ്ഞു പിണങ്ങി. പക്ഷേ വചനം കേട്ടു. വചനത്തിൽ പറയാണ്, നല്ലവർക്ക് മാത്രമല്ല മൂർഖന്മാർക്ക് പോലും നിങ്ങൾ കീഴ്പ്പെടണം. നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു അവിടെ വിശ്വസ്തയോടെ ചെയ്യണം. നമ്മുടെ മുകളിൽ വച്ചിരിക്കുന്ന അധികാരങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യാനാണ്. ചിലപ്പം എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, എന്നെ ഇപ്പോൾ ഒന്ന് റിലീസ് ചെയ്യായിരുന്നെങ്കിൽ. ഇല്ല. അതുകൊണ്ട് വചനത്തിൽ പറയുന്ന കർത്താവിൻ്റെ ശക്തിയേറിയ ഭുജത്തിൻ്റെ കീഴെ താനിരിപ്പീൻ, തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തും. ഇപ്പം ചില കാര്യങ്ങൾ തടസ്സമായി അല്ലെങ്കിൽ എന്നൊന്നും പറഞ്ഞുകൊണ്ട് യേശുവിലുള്ള വ്യത്യാസം മാറത്തില്ല. ഈ സഹോദരി പോയി തൻ്റെ സീനിയേഴ്സിനോട് പറഞ്ഞു, ഞാൻ വചനം കേട്ടു, വചനം കേട്ടപ്പോൾ എനിക്ക് മാനസാന്തരം ഉണ്ടായി, നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ സ്തേഫാനോസും ഫിലിപ്പോസും വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാ. പക്ഷെ അവരെ വിളിച്ചിരിക്കുന്ന മേശ വിളമ്പാനാണ്.
ഒരു പക്ഷെങ്കിൽ അവരോർത്ത് കാണും, ഞങ്ങളെ മൈക്ക് തരുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. അല്ല, അവർ കീഴ്പ്പെടുക. കാര്യം എന്താ? അവർക്ക് വേണ്ടിയ ദൗത്യം വലുതാണ്. ദൈവം ചില കാര്യങ്ങൾ നമ്മളെ ട്രെയിൻ ചെയ്യാനായി, നമ്മളെ കൂടെ കൊണ്ടുവരാനായി ചില കാര്യം വരുമ്പോൾ മനസ്സിന് ചിലപ്പം ബുദ്ധിമുട്ട് വന്നേക്കാം. പക്ഷേ അവിടെ ആ മനസ്സ് മുറുകെ പിടിക്കേണ്ടത് എന്താ? മനസ്സിലൊരു രൂപാന്തരം ഉണ്ടാകേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എപ്പോഴും എനിക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. എനിക്ക് കിട്ടിയ ഈ അവകാശം, എനിക്ക് കിട്ടിയ ഈ സ്ഥാനം ഞാൻ വെറുതെ കളയത്തില്ല. ദൈവവചനത്തിൽ താഴെ ഇങ്ങനെ എബ്രായർ 12:11 വായിച്ചേ. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേത് തൽക്കാലം നമുക്ക് സന്തോഷമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. നീതി എന്ന സമാധാന ഫലം. ഇന്ന് പല വെല്ലുവിളികളിലൂടെയും പോയ മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഏത് നിലയിലുള്ള കാര്യങ്ങളുണ്ടോ അതിനകത്തൂടെ പോയതാ. പക്ഷെ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ ഗുണം ഞാൻ പറയാം, സർവ്വബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അയച്ചപ്പോൾ നിങ്ങൾക്ക് വല്ലതിനും കുറവ് വന്നോ? എവിടെയെങ്കിലും എടുത്തുചാട്ടം ചാടിയോ? അതോ നിങ്ങൾ ആരെങ്കിലും ദുഃഖിപ്പിച്ച്, നിങ്ങളുടെ മേലുള്ള അധികാരത്തെ ദുഃഖിപ്പിച്ച് നിങ്ങൾ ആയിരിക്കുന്ന സഭയിൽ കലക്കം ഉണ്ടാക്കിയതാണോ? പോയി മാനസാന്തരപ്പെട്. ദൈവത്തിൻ്റെ സ്രോതസ് ഒരിക്കലും കുറയത്തില്ല. ദൈവത്തിൻ്റെ നന്മ ഒരിക്കലും മാറത്തില്ല. അവൻ വെളിച്ചത്തിൽ വസിക്കുന്ന പോലെ നാമും വെളിച്ചത്തിൽ വസിക്കുന്നുവെങ്കിൽ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ നിന്ന് ഞാൻ മാറിയതാണോ? ഇരുട്ടിലാണോ ഞാൻ നിൽക്കുന്നത്? ദൈവജനത്തിൽ പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയും, സഹോദരന്മാരെ സ്നേഹിക്കാതിരിക്കാനും കള്ളനാണ്. എവിടെയോ മാനസാന്തരപ്പെടാനുണ്ട്. അതിൻ്റെ കാരണം താഴെ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് വായിക്കപ്പെടുന്നു. 12-ാം വാക്യം വായിച്ചു. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുകയും മുടന്തുള്ളത് ഒഴുകിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിപ്പിക്കണം. നമ്മളെ തന്നെ ഉത്സാഹിപ്പിക്കണം. എനിക്കിതിന് അനുഗ്രഹത്തിൻ്റെ ഒരു ഗോൾഡ് മൈനാണ് നിൽക്കുന്നത്. എനിക്കുള്ള സാധ്യത ക്രിസ്തുവിൽ അനന്തമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരോടും സമാധാനം ആചരിക്കണം. പിന്നെ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നവർ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. കാര്യം അവരുടെ ഉള്ളിലൊരു ലക്ഷ്യമുണ്ട്. ചെറിയ കാര്യങ്ങൾക്കൊന്നും അവർ വിട്ടുകൊടുക്കത്തില്ല. എവിടെ തെറ്റുണ്ടോ അവിടെ തിരുത്താൻ അവർ തയ്യാറാകും. വചനം കേൾക്കുമ്പോൾ എന്നോട് കുത്തി സംസാരിക്കുകയാണോ? ഇല്ല, അവിടെ ഞാൻ മാനസാന്തരപ്പെടും. എല്ലാ കാര്യങ്ങളിലും കർത്താവിനെ കാണണം. കർത്താവിനെ കണ്ട് നിൽക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് താഴെ പറയാണ്, വായിച്ചു. ആരും ദൈവത്തിന്റെ കൃപ വിട്ട് പിന്മാറുകയും കയ്പുള്ള വേര്. അവിടെയാണ് കുഴപ്പം. നമുക്ക് കാണാൻ മേലാത്ത മനസ്സിനകത്ത് വല്ലോരോടും കയ്പ്, അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ ഉണ്ടായ ദൈവത്തോട് തന്നെ കയ്പ്. വേര് കയ്പ് ചില പ്രയാസം വരുമ്പോൾ അത് അവിടെ തന്നെ ഉപേക്ഷിക്കണം. വേര് കിളുക്കാൻ സമ്മതിക്കരുത്. വേര് കിളുത്ത് കയ്പുള്ള വേരും മുളച്ച് കലക്കം ഉണ്ടാക്കി അനേകർ അതിനാൽ എനിക്കുണ്ടാകുന്ന കയ്പ് അവിടെ തന്നെ അങ്ങ് മാറ്റണം. അല്ലെങ്കിൽ അത് കാരണം അനേകരെ ഞാൻ മലിനമാക്കും. ഞാൻ മറ്റുള്ളവരെ എൻ്റെ പാപത്തിന് പങ്കാളികളാകും. ഞാൻ നിങ്ങളോട് പറയാം, അന്യൻ്റെ ആ പാപത്തിൽ പങ്കാളികളാകരുത്. താഴ്ത്തു വായിക്കാം. എന്നാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തവൻ എന്ന് പറയുമ്പോൾ അവിടെ ലെസ്റ്റ് എനി ഫോർണിക്കേറ്റർ ഓർ പ്രൊഫെയിൻ പേഴ്സൺ. പ്രൊഫെയിൻ എന്ന് പറഞ്ഞാൽ വായിന്ന് വേണ്ടാത്ത വർത്താനം പറയുന്നവർ, വേണ്ടാത്ത നാവിനെ കൊണ്ട് ചുമ്മാ കളവും വ്യാജവും കുറ്റവും പറഞ്ഞ് നടക്കുന്നവർ. ഇതെല്ലാം എന്താ സംഭവിക്കുന്നത്? എൻ്റെ അകത്തെ മനുഷ്യൻ എന്നെ വിശുദ്ധീകരിച്ച ആ ദൈവത്തിനെ പ്രതിബിംബിക്കുന്ന ആ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന അകത്തേൽ പൊടി വീഴുന്ന പോലെ കലങ്കം വീണുകൊണ്ടിരിക്കുക. ഇറ്റ് കനോട്ട് റിഫ്ലക്റ്റ്. അതുകൊണ്ട് ജഡത്തിന് ഇടം കൊടുക്കരുത്. ജഡത്തിന് ഇടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ കയ്യിൽ അത് പെടരുത്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വായിച്ചേ. ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളു. തന്റെ അകത്ത് ആ ഏശാവിന്, ആ വാക്യം ഒന്നുകൂടെ വായിക്കാൻ പോവാ, വായിച്ചേ. ഒരു ഊണിന്
ജ്യേഷ്ഠാവകാശം അവകാശ സ്ഥാനം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരരുത്. കാര്യം എന്താ? ഏശാവിനെ അറിയത്തില്ല ഏശാവിൻ്റെ വില. ഇന്ന് അബ്രഹാമിനെയും യാക്കോബിനെയും അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, വാസ്തവത്തിൽ യാക്കോബും ഏശാവിൻ്റെയും കൂടെ പേര് വിശ്വാസവീരന്മാരുടെ പട്ടിക വരേണ്ടതല്ലേ? അബ്രഹാമിൻ്റെ സന്തതിയല്ലേ ഏശാവ്? എന്നാൽ തനിക്കറിയത്തില്ല ജ്യേഷ്ഠ അവകാശ സ്ഥാനം എന്ന് പറഞ്ഞാൽ മൂത്ത മകൻ്റെ അവകാശം എന്താണെന്ന് അറിയത്തില്ല. ഇതുപോലെ തന്നെ പല വിശ്വാസികളും അവർക്കറിയത്തില്ല അവരുടെ വില. ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് പുതിയ സൃഷ്ടിയായി അവർക്കുള്ള സാധ്യതകൾ അറിയുന്നില്ല. അതുകൊണ്ട് എന്താ, ഏത് ചെറിയ കാര്യത്തിനും അവർ പോയി പെടുക. അവർ ചെറിയ വിലയ്ക്ക് ജ്യേഷ്ഠാവകാശം വിടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ചെറിയ നുണ പോലും പറയുമ്പോൾ നമ്മുടെ അകത്ത് സ്പിരിറ്റിനകത്ത് കളങ്കം വീഴുക. ഇത് നുണ പറയുക മാത്രമല്ല, ഏത് വഷളത്തിനും ഏത് ചീത്തത്തരനും എല്ലാത്തിനും നമ്മൾ കൂട്ടു നിൽക്കാൻ പോവുക. സംഭവിക്കുന്ന എന്താണെന്ന് പറയാം, അതിനകത്ത് ഉണ്ടാകുന്നത് ആ ജീവനുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഏശാവ് മറന്നുപോയി തൻ്റെ അവകാശം. ഞാൻ പറഞ്ഞാൽ ഏശാവ് മണ്ടനായിപ്പോയി അവിടെ. ഈ പാപം ചെയ്യുന്നവർ വാസ്തവത്തിൽ ഏറ്റവും വലിയ മണ്ടന്മാരാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ യാക്കോബ് കുറച്ച് പായസമുണ്ടാക്കി. പഴയ നിയമത്തിൽ ഈ യാക്കോബ് കൗശലക്കാരനാണ്. യാക്കോബ് ഏശാവിൻ്റെ കയ്യിൽ നിന്നും ജ്യേഷ്ഠാവകാശ സ്ഥാനം എടുക്കാൻ യാക്കോബ് ക്ഷീണിച്ചു വരുമ്പോൾ, ഇന്ന് ഞാൻ ഇത് എടുത്തു പറയാം, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിനകത്ത് ക്ഷീണമുണ്ടാകുമ്പോഴാണ് പിശാച് മുതലെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആരും നിന്നെ സ്നേഹിക്കുന്നില്ല, ആരും നിന്നെ കരുതത്തില്ല. ഇനി ഈ കാര്യം നടത്താൻ ഇനി ഈ വളഞ്ഞ വഴി തന്നെ നമുക്ക് നോക്കാം. ഇതെല്ലാം തകർച്ചയുടെ വക്കിലിരിക്കുമ്പോൾ, ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് പിശാച് തന്ത്രം നിൽക്കുന്നത്. ആ ക്ഷീണമുള്ളപ്പോൾ മുറുകെ പിടിക്കേണ്ട ഒരാളുണ്ട്. ഇതിൻ്റെ മുമ്പിൽ എഴുതിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തു. തൽക്കാല സാഹചര്യം മാറ്റാൻ എൻ്റെ അവകാശം കളയരുത്. ആ സാഹചര്യത്തിൽ നിന്നും തൽക്കാലം അത് പോട്ടെ, പോട്ടെ എന്നല്ല, കിട്ടിയ വിലപ്പെട്ട സ്ഥാനം. വാസ്തവത്തിൽ ഏശാവ് കാണിച്ച മണ്ടത്തരം എന്ന് പറയുന്നത് ഓർത്ത് നോക്കിക്കേ. ഏശാവിൻ്റെ പേര് പ്രശസ്തമാകണ്ടേ യാക്കോബിനെ പോലെ? ഏശാവിൻ്റെ പേര് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വരണ്ടായിരുന്നോ? പക്ഷെ എങ്ങും ഇന്ന് ഏശാവിനെ കുറിച്ച് കേൾക്കാറില്ല. ദേ ഇവിടെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതും എഴുതിയിരിക്കുന്നത് നന്മയായിട്ടല്ല. ഏശാവിനെ പോലെ ജ്യേഷ്ഠാവകാശ സ്ഥാനം കളഞ്ഞ, ഒരു ഊണിന് വേണ്ടി കളഞ്ഞവരെ പോലെ നിങ്ങളാകരുത്. നമ്മളെ തന്നെ സൂക്ഷിക്കണം. അതുകൊണ്ട് താഴെ പറയാണ്, പിന്നീട് വായിച്ചേ, പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. അനുഗ്രഹം കിട്ടിയില്ല. കാരണം മാനസാന്തരത്തിന് ഇട കണ്ടില്ല. കാര്യം എന്താ? അതുപോലെ ഹൃദയം കഠിനപ്പെട്ടു പോയി. അതുപോലെ കയ്പിൻ്റെ വേര് തന്നിലായിപ്പോയി. തിരിച്ച് അനുഗ്രഹം ഉണ്ടായിരുന്നല്ലോ തനിക്ക്. ആ അനുഗ്രഹം തിരിച്ചെടുക്കാനായി താൻ തലംകുത്തി നോക്കി, താൻ എങ്ങനെയാണേലും നോക്കി, കരഞ്ഞു നോക്കി. പക്ഷെ മാനസാന്തരത്തിന് എന്ന് പറഞ്ഞാൽ പിന്നെയും ആ സമയത്ത് ഇത് കിട്ടണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരു കരച്ചിലൊക്കെ ഉണ്ട്. പക്ഷെ പ്രവൃത്തിയിൽ ഒരു വ്യത്യാസവുമില്ല. കയ്പ് അവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രിയമുള്ളവർ ഒരു കാര്യം പറയാം, ദൈവത്തെ ഭയപ്പെടണം. ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള വലിയ കാര്യങ്ങളാണ്. പിശാചിൻ്റെ കയ്യിൽ പെട്ട് മണ്ടന്മാരാകരുത്. ദൈവം ആക്കി വെച്ചിരിക്കുന്ന അധികാരികൾക്ക് കീഴ്പ്പെടണം. അഭിഷക്തരുടെ എതിരെ സംസാരിക്കരുത്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരത്തെ വഷളാക്കരുത്. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നടക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ വാഗ്ദത്തങ്ങളെല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 10 നില കെട്ടിടം നടന്നും കയറാം, ലിഫ്റ്റിലും കയറാം. ലിഫ്റ്റ് കയറുന്ന പോലെ ആയിരിക്കും. ലിഫ്റ്റ് കയറി ആ 10ാമത്തെ നിലയുടെ സ്വിച്ച് ഇടുമ്പോൾ തൽക്ഷണം അവിടെ എത്തുന്നത് പോലെ നിങ്ങൾ പോലും വിചാരിക്കാത്ത നിലയിൽ എവിടെ ചെല്ലുവോ അവിടെ സമൃദ്ധിയും അനുഗ്രഹവും ഉയർച്ചയായിരിക്കും. ഈ ലോകത്തിൽ ജയകരമായൊരു ജീവിതം നമ്മളെ കർത്താവ് തന്നിരിക്കുന്നത്. അത് മുഴുവൻ എവിടെയാ? കർത്താവ് നമ്മളെ അനുസരണത്തിൽ നടക്കുമ്പോൾ ആ വാഗ്ദത്തങ്ങൾക്ക് മുഴുവൻ നമ്മൾ അവകാശിയായി തീരുക. അതുകൊണ്ടാണ്
കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിച്ച വേദഭാഗം വീണ്ടും മടങ്ങി വരാം. 2 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക, വായിച്ചേ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ പ്രിയമുള്ളവർ എന്ന് പറഞ്ഞാൽ കർത്താവിന് വിലപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ. അതുകൊണ്ടല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ടെ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല ഫിൽത്തിനെസ്, അതിനെ അഴക്കാക്കുന്ന എല്ലാം നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധീകരിക്കണം. നമ്മെ തന്നെ വെടിപ്പാക്കും. ഞാൻ പറയാം, വേറെ ആരുടെയും കുറ്റം കണ്ടുപിടിക്കണ്ട, വേറെ ആരെയും വിധിക്കണ്ട. നമ്മൾ നമ്മളെ തന്നെ വേണം സൂക്ഷിക്കുവാൻ. വേറെ ആണ്ട് അവർ ചെയ്തു അതുകൊണ്ട് ഞാനും ചെയ്യാം അല്ല. എൻ്റെ വിശ്വാസം മറ്റൊരാളുടെ വിശ്വാസവുമായി തട്ടിച്ച് നോക്കരുത്. കൊരിന്ത്യർ സഭയോട് പൗലോസ് പറയാ, നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണ് ഇടുങ്ങിപ്പോയത്. 2 കൊരിന്ത്യർ 4 പറയാ, വീണ് കിടക്കുന്നവരെങ്കിലും തകരത്തില്ല. വിശ്വാസത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യത്തിൻ്റെ ഉറപ്പോടെ നടക്കുക. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ പുതിയ സൃഷ്ടി, കാഴ്ചയിലല്ല വിശ്വാസത്താൽ നടക്കുന്നവർ. 6-ാം അധ്യായത്തിൽ പറയാണ്, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുക. ഇത്രയും വലിയ സ്ഥാനം ഇരിക്കുമ്പോൾ അവരോട് പൗലോസ് പറയാ, ഇത്രയൊക്കെ കേട്ടിട്ടും 11-ാം വാക്യം പറയാ, നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണ് ഇടുങ്ങിപ്പോയത്. താഴെ വായിക്കാം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. അല്ലയോ കൊരിന്ത്യരെ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ വാ നിങ്ങളോട് തുറന്നായിരിക്കുന്നേ. ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കും. ഞങ്ങളുടെ ഹൃദയം വിശാലമാ. ദൈവത്തിൻ്റെ പദ്ധതിയും വിശാലമാ. ഇന്ന് ഞാൻ ഇന്നതൊക്കെ കടന്നു പോകുന്നു. ബി പേഷ്യൻറ്റ്. ദൈവം എന്തോ ഒരുക്കിക്കൊണ്ടായിരിക്കുന്നത്. പിശാചിനോട് എതിർക്കുകയും വേണം. വേണ്ടാത്ത സ്വഭാവം, വേണ്ടാത്ത ചിന്തകൾ പിശാചിടുമ്പോൾ ശാസിക്കണം. രോഗത്തെ ശാസിക്കണം, ദാരിദ്ര്യത്തെ ശാസിക്കണം. അപ്പോൾ തന്നെ ദൈവത്തോട് ക്ഷമയുള്ളവനായിരിക്കണം. ദൈവം എന്തോ വലിയ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. ചില താമസം വരും, ചില തടസ്സങ്ങൾ വരും. തടസ്സങ്ങളെ ശാസിക്കണം. എന്നിട്ടും അതിനകത്ത് എന്തോ ഒരു കാണുന്നില്ലെങ്കിൽ വെയിറ്റ്, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. കൊരിന്ത്യ സഭയോട് പറയാം, ഇത്രയും വലിയ വാഗ്ദത്തം, ഇത്ര അത്യന്ത ധനം നിങ്ങളുടെ അകത്ത് ഈ മൺകൂടാരത്തിൽ ദാനമായി തന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശാലത എന്ന് പറയുന്നത് വലുതാ. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇടുങ്ങിപ്പോയത്? ഞങ്ങളുടെ ഹൃദയം നിങ്ങളോട് ഇടുങ്ങിയിട്ടില്ലായിരുന്നു. വായിച്ചോ. ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്ര ഇടുക്കമുള്ളത്. നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെയാണ് ഇടുക്കമുള്ളത്. വായിച്ചു. ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ള, നിങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളതൊന്ന് കണ്ടേ. ദൈവം വെച്ചിട്ടുള്ളത് ഹൃദയത്തിൽ നിരൂപിക്കാൻ മേലാത്ത. ഡു നോട്ട് ബി കൺഫേംഡ്. ഒതുങ്ങരുത്, ലോകത്തോട് അനുരൂപനായി തീരരുത്. കാര്യം എന്താ? ദൈവം ഒരുക്കിയിരിക്കുന്ന മുഴുവൻ എനിക്ക് അനുഭവിക്കണം. എൻ്റെ ആഗ്രഹം അതാ. ക്രൂശിൽ യേശു മുഴുവൻ വിലയാണ് കൊടുത്തത്. യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവനോടെ ഉണ്ട്. ആ യേശു കൊടുത്ത വില ഈ ലോകത്തിനും വരാനിരിക്കുന്ന ലോകത്തിലെ മുഴുവൻ അനുഗ്രഹം എനിക്ക് വേണം. ഈ ലോകത്തിൽ മുഴുവൻ കർത്താവിൻ്റെ മഹത്വത്തെ തേജസ്വീകരിക്കുന്ന ആ പ്രതിബിംബിക്കുന്ന കണ്ണാടികളായി മാറണം. പൗലോസ് പറയുക, നിങ്ങൾ എങ്ങനെയാണ്, ഹൗ കം നിങ്ങൾ, വി ഹാവ് സ്പോക്കൺ ഓപ്പൺ ടു യു, അവർ ഹാർട്ട്സ് വർ വൈഡ് ഓപ്പൺ. ഞങ്ങളുടെ ഹൃദയം തുറന്നിരുന്നേ പ്രിയമുള്ളവരെ. എന്നിട്ട് പറയാ, യു ആർ നോട്ട് റിസ്ട്രിക്റ്റഡ് ബൈ അസ്. നിങ്ങൾ ഒതുങ്ങിപ്പോയി, ഇടുങ്ങിപ്പോയി. ഞങ്ങളുടെ വചനത്താലല്ല ഇടുങ്ങിയത്, ബൈ യുവർ അഫെക്ഷൻസ്. നിങ്ങളുടെ കൂട്ടുകെട്ടുകളെ നിങ്ങളെ ഒതുക്കിക്കളഞ്ഞു. നിങ്ങൾ കൂട്ട് ഉള്ളവർ ആരായിരിക്കണം? അവർ നിങ്ങളെ വിശുദ്ധിയിൽ നടത്തുന്നവർ, വിശ്വാസത്തിൽ നടത്തുന്നവർ, ദൈവഭയത്തിൽ നടത്തുന്നവർ. ദൈവത്തെ ഭയപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ സ്നേഹിച്ച് ബഹുമാനിക്കണം, റെവറൻസ് ആകണം. അതാ ഈ എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വന്ന് പറയുമ്പോൾ അവിടെയും പറയാം, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ റെവറൻസ് ചെയ്യണം, ഫിയർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹത്തിൽ ബഹുമാനം കൊടുക്കണം. അതേതാണ് സഭ കർത്താവിന് കൊടുക്കേണ്ടത്. നിങ്ങളെവിടെ ഇടുങ്ങിപ്പോയി? നിങ്ങളുടെ കൂട്ടുകെട്ടിൽ. എന്നിട്ട് പറയാണ്, താഴോട്ട് വായിച്ചു പെട്ടെന്ന്. ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിക്കാൻ എന്ന് മക്കളോട് എന്ന പോലെ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ അവിശ്വാസിയോട് എണയില്ല പെണ കൂടരുത്. അവിശ്വാസി എന്ന് പറയുമ്പോൾ യേശുവിനെ അറിയാൻ മേലാത്തവർ, രക്ഷിക്കപ്പെടാത്തവർ, അവരുടെ വാക്കുകൾ കേൾക്കരുത്. അത് ഇടുക്കിക്കളയും. അവരുടെ വഴിയിൽ നടക്കരുത്. അത് നിങ്ങളെ ഈ അകത്തെ ആ സാങ്ക്ടിഫൈ ചെയ്തിരിക്കുന്ന ആത്മാവിനെ കെടുത്തും. വിശ്വാസികളുടെ കൂടെ നിൽക്കണം, വിശ്വാസം പറയുന്നവരുടെ കൂടെ നിൽക്കണം, ദൈവഭയമുള്ളവരുടെ കൂടെ നടക്കണം. നിങ്ങൾ തെറ്റ് കാണിക്കുമ്പോൾ സാരമില്ലെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കരുത്.
മറിച്ച് അത് തെറ്റാണ്, ഇതാണ് അതിൻ്റെ ശരി, തിരുത്തുന്നവരുടെ കൂടെ നിൽക്കണം. നെവർ 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 എൻജോയ് സിൻഫുൾ ലൈഫ് അറ്റ് ഓൾ. വായിച്ചു. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് നീതിക്കും അധർമ്മത്തിനും തക്കവണ്ണം എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിലൂടെ എന്ത് കൂട്ടായ്മ? വെളിച്ചത്തിന് ഇരുട്ടിൽ എന്ന കൂട്ടായ്മ? വായിച്ചു. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? എന്നിട്ട് 17ാമത്തെ വാക്യത്തിൽ പറയാണ്, വായിച്ചേ. 16 കൂടെ വായിച്ചു. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് ഐ വിൽ ഡ്വെൽ വിത്ത് ദം, ഞാൻ അവരുടെ കൂടെ വസിക്കും, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ദൈവം പറയാ, ഞാൻ അവരുടെ ഇടയിൽ വസിക്കുകയും അവരുടെ ഇടയിൽ. ഓർത്ത് നോക്കിക്കേ, ദൈവം നമ്മുടെ കൂടെ നടക്കുകയും കൂടെ വസിക്കുകയും ചെയ്യാൻ അതിനകത്തുനിന്ന് ഉത്ഭവിക്കുന്ന സാധ്യതകളൊന്നും ഓർത്തേ. ഞാൻ അവരുടെ കൂടെ വസിക്കുകയും ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്നും അവിശ്വാസം പറയുന്നതും ഏത് അശുദ്ധിക്ക് കൂട്ടു നിൽക്കുന്നവരും വേണ്ടാത്ത വർത്താനം പറയുന്നവരുടെ ഇടയിൽ നിന്നും മാറിക്കേ. നിങ്ങൾക്കും എനിക്കൊരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്കും എനിക്കൊരു ദർശനമുണ്ട്. ആ ദർശനം പൂർത്തീകരിക്കാനായിട്ട് ഓടുക. പൗലോസ് പറയുന്നത്, ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല, എന്നാൽ ഞാൻ മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മളെ എങ്ങും എത്തിയിട്ടില്ല. ചെറിയൊരു ആ സാഹചര്യത്തിന് ഒരു മാറ്റം വന്നു, സാമ്പത്തിക കാര്യത്തിന് മാറ്റം വന്നു, അതൊന്നും അല്ല. ദൈവത്തിന് എന്തോ വലിയവ. ലോകത്തിലെ സകല കുടുംബങ്ങളും നിങ്ങളിലൂടെ എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. ലോകത്തിലെ സകല കുടുംബങ്ങളും. അവിടെ എല്ലോ എത്തിയോ? ഇല്ല. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇതുവരെയും യേശുവുമായിട്ട് സ്വീകരിക്കാത്തവർ, ഞാൻ പറയാം, യേശു വരുമ്പോൾ കാഴ്ചപ്പാടുകൾ മാറും. യേശു വരുമ്പോൾ ദർശനം മാറും. വലിയ വലിയ കാര്യങ്ങൾ കാണാനും അതിനുവേണ്ടി സ്റ്റെപ്പുകൾ എടുക്കാൻ തുടങ്ങും. യേശുവിലായിരിക്കുന്നവരോട് പറയാം, പ്രത്യാശ കളയരുത്. ജീവിക്കുന്ന പ്രത്യാശയുള്ളവരായി. ആ ജീവനുള്ള പ്രത്യാശ നഷ്ടപ്പെടുന്നത് എവിടെയാ? അനുസരണക്കേട് കാണിക്കുമ്പോൾ. ദൈവവചനത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് വായിച്ചു. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കും. പാപത്തോട് വേർപെടണം. ജനങ്ങളോടല്ല വേർപെടേണ്ടത്, പാപത്തോട് എന്ന് പറഞ്ഞാൽ അവരെ ആരുമായിട്ട് കൂട്ടുകൂടാതെ നടക്കാനായിട്ടല്ല. അവർ പറഞ്ഞോട്ടെ, പക്ഷേ അതിൻ്റെ വഴികളിൽ നമ്മൾ നടക്കരുത്. പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴി മാത്രം പോകുന്ന തീരുമാനിക്കണം. എന്നിട്ട് പറയാണ്, വായിച്ചു. വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും നിങ്ങൾ എനിക്ക്. ഓർത്ത് നോക്കിക്കേ, എന്ന സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. എന്തൊരു വലിയ പദവിയും സ്ഥാനമാ. ഇതെല്ലാം പറഞ്ഞിട്ടാണ് 7ാമത്തെ അധ്യായം പറയുന്നത്. ആകയാൽ വായിച്ചു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ ജഡത്തിലെ ആത്മാവിനെയും സകല ഫിൽത്തിനെസ്സും ആ അഴുക്കൊക്കെ മാറ്റി നമ്മെ തന്നെ നമ്മളൊന്ന് വെടിപ്പാക്കി ദൈവഭയത്തിൽ നമ്മളെ വിശുദ്ധിയിൽ തികച്ചുകൊള്ളും. ഈ കോവിഡ് കാലത്ത് നമ്മൾ എവിടെ വെളിയിൽ പോയിട്ട് വന്നാലും ഉടനെ സാനിറ്റൈസർ വെച്ച് കൈയൊക്കെ കഴുകുക. എന്താ? അറിയത്തില്ല, കാണാത്ത ഒരു ജീവിയെ നമ്മൾ പേടിക്കുക. എന്തോ ദോഷം വരും എന്ന് വിചാരിച്ച് നമ്മൾ മൂക്ക് പൊത്തുന്നു, പോയി സോപ്പ് കഴുകുന്നു. ഇതുവരെ കൈ കഴുകാത്തവർ 100 പ്രാവശ്യം ഇപ്പം കൈ കഴുകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ ഒന്ന് കഴുകണ്ടേ? നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആ മഹത്വം ഒന്ന് വെളിപ്പെടുത്തണ്ടേ? വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയപ്പോൾ അനേകർ വെല്ലുവിളിച്ചില്ലേ? അനേകർ കളിയാക്കിയില്ലേ? അവരുടെ മുമ്പിൽ ദൈവം ഉയർത്തുന്ന ഉയർച്ച കാണണ്ടേ? നമ്മുടെ കൺമുമ്പിൽ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നതും അവർ ലോകത്തിൽ ഉന്നതരും ക്രിസ്തു യേശുവിൽ പ്രശസ്തരാകുന്നത് കാണണ്ടേ? അല്ല, നമുക്ക് ഒരു വലിയ ദർശനം കിട്ടണ്ടേ? ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം, പരിശുദ്ധാത്മാവ് ഉള്ളിൽ എന്തോ സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ നടത്തപ്പെടണം, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം. നമ്മിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലുതാണെന്ന് മനസ്സിലാക്കി, ഓ ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ്, കർത്താവിലുള്ള നമ്മുടെ സാധ്യതകൾ മനസ്സിലാക്കി മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ വചനം എല്ലാം ഊവെന്നും ഇല്ല എന്നുമാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ഞങ്ങളെ അങ്ങ് രക്ഷിച്ചു. വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തുന്നു. എന്നാൽ കർത്താവെ, അങ്ങേ അനുസരിച്ച് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
അനുസരണത്തിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയ മക്കൾ എന്ന പോലെ പിതാവിനെ അനുകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹം ഞങ്ങളിൽ നിന്ന് ഉളവാകട്ടെ. മറ്റുള്ളവരെ ഞങ്ങളെപ്പോലെ തന്നെ കരുതുവാൻ, ശ്രേഷ്ഠമായി കരുതുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് യേശുവിന് വേണ്ടി ജീവൻ കൊടുത്തിരിക്കുന്നവർക്കായി സ്തോത്രം. കർത്താവിൻ്റെ കരുണയ്ക്കായി സ്തുതിക്കുന്നു, അനുഗ്രഹിക്കുകയാണ്. ശാരീരികമായ അസ്വസ്ഥത ഉള്ളവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ കയ്പിൻ്റെ വേര് പറിച്ചുകളാം. എല്ലാ രോഗത്തിൻ്റെ വേര് കയ്പാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ കയ്പിൻ്റെ വേര് മാറുമ്പോൾ തന്നെ അത്ഭുത രോഗസൗഖ്യങ്ങൾ ശരീരത്തിലുണ്ടാകും, അത്ഭുത വിടുതലുകളുണ്ടാകും. സാമ്പത്തിക സ്രോതസ്സുകൾ തുറക്കപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, കയ്പിൻ്റെ വേര് എല്ലാത്തിനും കുഴപ്പമുണ്ടാക്കുന്നു. ഈ നല്ലൊരു ശതമാനം രോഗത്തിൻ്റെ കാരണം നമുക്ക് മറ്റുള്ളവരോട് കൈപ്പൊക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും കുഴപ്പമുണ്ടാകുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിലൊന്ന് ആശ്രയിച്ച് അതെല്ലാം കളഞ്ഞ് ആ മഹാസന്തോഷത്തിൽ നടക്കുമ്പോൾ പരിപൂർണ ആരോഗ്യത്തിലും പരിപൂർണ പെർഫെക്റ്റ്നെസ്സിലും പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.